Hi all, today we are learning the binary file. Okay, that means how you can write a content to a binary file and how you can read a binary file. So here you can see a small program, and the first line is import pickle. Import pickle means pickle is a module that helps you to write the contents in a binary form and read the contents ലൈക്ക് എ ഹ്യൂമൻ റീഡബിൾ ലെറ്റേഴ്സ്. ഓക്കെ, കാര്യം ഫയലിലേക്ക് പോകുമ്പോൾ ബൈനറി ആണെങ്കിലും നമുക്ക് സ്ക്രീനിലേക്ക് വരുന്നത് ബൈനറി ആയിട്ടല്ലല്ലോ. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ യു ക്യാൻ സി വൺ ലിസ്റ്റ് ഈസ് ഹിയർ ആൻഡ് ഹിയർ യു ഹാവ് സം വാല്യൂസ്, അത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത് അതുപോലെ എടുത്തിട്ട് ഫയലിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി സീറോസ് ആൻഡ് വൺസ്. ഈ 1 എന്നും 2 എന്നും കമ്പ്യൂട്ടറെന്നും നമ്മൾ കൊടുത്തു, പക്ഷേ ഇൻ ദ ഫയൽ വെൻ വി ഓപ്പൺ ദ ഫയൽ യു ക്യാൻ സീ സം സീറോസ് ആൻഡ് വൺസ്. ഓക്കെ, അങ്ങനെ ഫയലിലേക്ക് സീറോസ് ആയി വൺസ് ആയിട്ടും തിരിച്ച് നമ്മൾക്ക് റീഡാവുന്ന ഫോമിലേക്കും തിരിച്ച് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് പിക്കിൾ എന്ന് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? സോ മൊഡ്യൂൾ ഹിയർ ഈസ് പിക്കിൾ. So the first line is I am having one list is there. List is having contains the values 1, 2 and a computer. You can put anything. ഈ ലിസ്റ്റിന് പകരം നിങ്ങൾക്ക് സ്ട്രിങ് കൊടുക്കാം, ഡിക്ഷണറി കൊടുക്കാം, ടപ്പിൾ കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നമ്മുടെ ലിസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഇസ് എഫ് ഈക്വൽ ടു ഓപ്പൺ ഓഫ്. See the line here, f equal to open of one file name. I am giving here new one. You can put any name. Dot, don't write txt, it is dat. Okay, it is dat, comma, and within double quotes don't write w only. If it is a binary file, write means you should write wb. If it is a binary file, read means you should write rb. If it is binary file, append means ab. Like that you have to do. Okay, അതായത് നമ്മൾ കൊടുക്കുന്ന മോഡിൻ്റെ കൂടെ ബി സ്പെസിഫൈ ചെയ്ത് പറയണം കേട്ടോ. സോ ഹിയർ എഫ് ഈക്വൽ ടു ഓപ്പൺ ഓഫ് ന്യൂ വൺ ഡോട്ട് dat, comma, within double quotes wb. Then next is pickle dot dump off. ഡംപ് എന്ന് പറയുന്നത് എന്തിനറിയോ, നമ്മളുടെ കണ്ടൻറ്റ് അത് ലിസ്റ്റ് ആവാം, സ്ട്രിങ് ആവാം, ടപ്പിലാവാം, അത് അതുപോലെ ഫയലിലേക്ക് ഡംപ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക. ഇവിടെ റൈറ്റ് എന്നൊരു ഫംഗ്ഷൻ ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദ റൈറ്റ് വി ആർ ഹാവിങ് ദ ഫംഗ്ഷൻ ഡംപ്. സോ പിക്കിൾ ഡോട്ട് ഡംപ് ഓഫ് എൽ കോമ എഫ്, ഡോണ്ട് റൈറ്റ് എഫ് കോമ എൽ, എൽ കോമ എഫ്. ദാറ്റ് മീൻസ് whatever you are having in the list, it will move to the file object or file. It will move to the file. Okay, automatically it will move to the file. So pickle.dump will help you to enter the values into the file. റൈറ്റിൻ്റെ ഓപ്ഷൻ ആവശ്യമില്ല കേട്ടോ. ഡംപ് എന്ന് പറയുമ്പോൾ തന്നെ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുകയാണ് ആക്ച്വലി. അപ്പം ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റിന് പകരം നിങ്ങൾ സ്ട്രിങ് കൊടുത്താലും ടപ്പിൾ കൊടുത്താലും വാട്ട് എവർ ബീറ്റേഴ്സ് ഇറ്റ് വിൽ റൈറ്റ്. ദെൻ ആഫ്റ്റർ ദ യൂസ് യു ക്യാൻ ക്ലോസ് ഇട്ട്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ റൈറ്റിൻ്റെ കോഡ് മാത്രം ഒരു പ്രോഗ്രാമിൽ ചെയ്യാം, പിന്നെ റീഡ് മാത്രം വേറെ പ്രോഗ്രാമിൽ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ബട്ട് ഇൻ ദിസ് പ്രോഗ്രാം ഐ എം റൈറ്റിംഗ് എവറിത്തിങ് ടുഗെദർ. ദെൻ അഗെയിൻ ഐ എം ഓപ്പണിംഗ് ദ സെയിം ഫയൽ, f equal to open of new one dot dat, comma, and it is in the read mode, rb, read binary mode. Okay, so l equal to, see here the line, ഇവിടെ നമുക്ക് റീഡ് എന്നൊരു ഓപ്ഷൻ ഇല്ല. ഇഫ് യു വാണ്ട് ടു റീഡ് സംതിങ് ഫ്രം യുവർ ഫയൽ, ബൈനറി ഫയൽ, യു ഹാവ് ടു യൂസ് എ ഫംഗ്ഷൻ ഹിയർ ഇസ് ലോഡ്. So l equal to pickle dot load of f. That means whatever you are reading from the f, it will be written to the l. It will be written to the variable l, and if you print l you can see the whatever you have written into the file, it will be print on your screen also. So നമ്മളിവിടെ രണ്ട് ഫങ്ഷൻസ് പഠിച്ചു, ഡംപ് എന്നും ലോഡ് എന്നും. ഈ ഡംപും ലോഡും വരുന്ന മൊഡ്യൂൾ ഏതാ വെച്ച് കഴിഞ്ഞാൽ പിക്കിളാണ്. സോ ദ ടു ഫങ്ഷൻസ് കമ്മിങ് അണ്ടർ പിക്കിൾ ഇസ് ഡംപ് ആൻഡ് ലോഡ്. ഡംപ് ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ദ കണ്ടന്റ് ടു ദ ബൈനറി ഫയൽ, ലോഡ് ഈസ് യൂസ്ഡ് ഫോർ റീഡിംഗ് ദ കണ്ടന്റ് ഫ്രം ദ ബൈനറി ഫയൽ. അതേപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കേസ് ഡബ്ല്യു ബി ആൻഡ് ആർ ബി. ഡബ്ല്യു ബി മീൻസ് റൈറ്റിംഗ് ദ കണ്ടന്റ് ടു എ ബൈനറി ഫയൽ, റൈറ്റിംഗ് ദ content by the mode, the mode used for writing the content to a binary file. rb means the mode used for reading the content from a binary file. Is it clear? And you can see the line here, pickle dot dump. ഇവിടെയും അതുപോലെ പിക്കിൾ ഡോട്ട് ലോഡ് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതേപോലെ എൽ കോമ എഫ് ആണ്, അല്ലാതെ എഫ് കോമ എൽ അല്ല. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ വാട്ട് എവർ യു ആർ ഗിവിങ് ഹിയർ ഇൻ ദ ലിസ്റ്റ്, ഇറ്റ് വിൽ ബി റിട്ടൺ ടു ദ ഫയൽ ന്യൂ വൺ, ആൻഡ് വെൻ യു റീഡ് ഇറ്റ് യു ക്യാൻ സീ ഓൺ ദ സ്ക്രീൻ ആൾസോ.
See, I will show you the same program here. You can see, right? Import pickle, and instead of L, I'm giving string, whatever it is, it will be written. Okay, list കൊടുത്താലും കുഴപ്പമില്ല. L equal to computer നെ just കൊടുത്തിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. ഏത് കൊടുത്താലും you can see the program, same program, only the small change here is instead of list I am giving string. Okay, just run it. So when you run, you can see the whatever thing you have written over here, it will be print on your screen. Okay, നമ്മൾ റൈറ്റ് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഒന്നും കണ്ടൻറ്റ് സ്ക്രീനിലൊന്നും കാണാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ഗിവിങ് ഓൺലി റൈറ്റ് കമാൻഡ്. പക്ഷേ ഇവിടെ നമ്മൾ സെയിം പ്രോഗ്രാമിൽ യു ആർ ഫോളോയിങ് ദ റീഡ് ആൾസോ, റൈറ്റ്? സോ ഐ വിൽ ഷോ യു ഹൗ ദ കണ്ടൻറ്റ് വിൽ ബി ഇൻ യുവർ ഫയൽ. ഓക്കെ, നമ്മൾ എവിടെയാണോ പ്രോഗ്രാം സേവ് ചെയ്യുന്നത് സെയിം ലൊക്കേഷനിൽ. സി മൈ ഫോൾഡർ ഹിയർ ഇസ് in the desktop itself. I'm having the folder. See, listen here. I have saved in the new one, right? See here, the DAT file will looks like this. When you open this, you can wait. Your file will look like this. Okay, kore zeros and ones matrana, so we can't write anything. We can read anything. Okay. So don't try to read or write directly to the binary file. So only thing we have to do is we have to write the program like this, and remember, whether it is list, whether it is string, whether it is whatever be it is, it will be written to your binary file by using the function dump, and it will read from your binary file by using the function load. Hope it is clear, right? Thank you.